ശ്രീ എം ജയചന്ദ്രൻ, മറ്റൊരു ഗൗരവകരമായ വിഷയമാണ് എനിക്ക് അങ്ങയിൽ നിന്നും തേടാനുള്ളത്. നോക്കൂ, 2006 വരെയാണ് കെ.സി. വേണുഗോപാലിന്റെ രാജ്യസഭാ കാലാവധി. നിലവിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു കെ.സി. വേണുഗോപാൽ. ഒരു പക്ഷേ ജയിച്ചാൽ, നിലവിൽ അദ്ദേഹം രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ്. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ.സി. വേണുഗോപാൽ ജയിച്ചാൽ നിലവിൽ ഭരണമില്ലാത്ത രാജ്യസഭയിൽ നിന്നും മറ്റൊരു കോൺഗ്രസ് പ്രതിനിധി രാജ്യസഭയിലേക്ക് എത്തുക, രാജസ്ഥാനിൽ നിന്നും മറ്റൊരു കോൺഗ്രസ് പ്രതിനിധി രാജ്യസഭയിലേക്ക് എത്തുക, അത് നടക്കാത്ത കാര്യമാണ്, ഇമ്പോസിബിൾ ആണ്. അപ്പോൾ അത് അറിഞ്ഞിട്ടും കയ്യിലുള്ള രാജ്യസഭാ സീറ്റ് കോൺഗ്രസ് ഉപേക്ഷിക്കുന്നതിന്റെ കാരണം എന്താണ്? ബി.ജെ.പിയുടെ റൂട്ട് എളുപ്പമാക്കുകയാണോ കോൺഗ്രസ്? അല്ല, അത് അസിത, ഈ കെ.സി. വേണുഗോപാൽ രാജ്യസഭാ അംഗത്വം രാജിവെച്ചിട്ടല്ലോ ആലപ്പുഴ പാർലമെന്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങയായിട്ടാണ്. ഹൈപ്പോത്തറ്റിക്കൽ ആണെങ്കിൽ അതിനെ അങ്ങനെ നോക്കിയാൽ ഇത് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും ഒരെണ്ണം ത്യജിക്കേണ്ടി വരും. അത് രാജ്യസഭാ അംഗത്വമേ ത്യജിക്കാൻ കഴിയൂ. അതിൻ്റെ അകത്ത് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു തസ്തികയാണല്ലോ ആ പാർട്ടിയുടെ സംഘടനാ ഹൈറാർക്കിയിൽ. അപ്പോൾ അദ്ദേഹത്തിന് അത് ത്യജിക്കാനായിട്ട് ഇപ്പോഴേ അങ്ങനെ സംഭവിച്ചാൽ ത്യജിക്കാനുള്ള അനുവാദം ഇപ്പോഴേ ഹൈക്കമാൻഡ് കൊടുത്തിട്ടുണ്ടാവും എന്നേ നമുക്ക് ഊഹിക്കാൻ കഴിയൂ. അതങ്ങനെ തന്നെ ആയിരിക്കാനാണ് സാധ്യത. അതല്ലാതെ മത്സരിക്കാൻ കഴിയില്ല. പക്ഷേ ഇവിടെ കെ.സി. വേണുഗോപാൽ ആലപ്പുഴ മത്സരിക്കുമ്പോൾ തുറച്ചു നോക്കുന്ന മറ്റു ചില യാഥാർത്ഥ്യങ്ങളുണ്ട് അസിത. ഞാൻ അതാണ് പ്രധാനമായിട്ടും പറയാൻ ശ്രമിക്കുന്നത്. അദ്ദേഹം 2009-ലും 2014-ലും ആലപ്പുഴയിൽ നിന്നുള്ള ലോക്സഭാംഗമായിരുന്നു. 2009-ൽ സോണി ജെ കല്യാൺകുമാർ എന്ന് പറഞ്ഞ താരതമ്യേന അപ്രസക്തനായ ഒരാളായിരുന്നു ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി. ഏതാണ്ട് 19,000 വോട്ടാണ് അന്ന് സോണിക്ക് കിട്ടിയിരുന്നത്. 2014 ആകുമ്പോഴേക്ക് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് പ്രൊഫസർ എ വി താമരാക്ഷനാണ്, നമ്മുടെ ദിനകരൻ്റെയൊക്കെ അനിയൻ, വി ദിനകരൻ്റെയൊക്കെ. അദ്ദേഹത്തിന് 2014-ൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ പ്രൊഫസർ താമരാക്ഷന് കിട്ടുന്നത് 40,000 വോട്ടാണ്. അപ്പോൾ ഈ രണ്ട് ഘട്ടങ്ങളിലും വേണുഗോപാലിന് ബി.ജെ.പിയുടെ വോട്ട് കിട്ടുന്നു എന്നുള്ള ആക്ഷേപമോ വിമർശനമോ അനുഗ്രഹമോ ഒക്കെ ഉണ്ട്, വ്യാപകമായിട്ട് ചർച്ചയിലുമുണ്ട്. എന്നാൽ 2019 ഇലക്ഷനിൽ, ഇതിന് തൊട്ടുമുമ്പ് നടന്ന ഇലക്ഷനിൽ ആലപ്പുഴയിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണനാണ്, മുൻ PSC ചെയർമാൻ. ഡോക്ടർ രാധാകൃഷ്ണന് അന്ന് കിട്ടുന്നത് 1,87,000 വോട്ടാണ്. ചെറിയ വോട്ടൊന്നുമല്ല. അതിന് മുമ്പത്തെ 2 തെരഞ്ഞെടുപ്പുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ വലിയ വ്യത്യാസത്തിലുള്ള മാർജിനാണ് 1,87 എന്ന് പറയുന്നത്. ആ സ്ഥാനത്തേക്ക് ഇത്തവണ മത്സരിക്കാൻ വരുന്നത് ശോഭാ സുരേന്ദ്രനുമാണ്. അപ്പോൾ എന്തായാലും ശോഭയുടെ ഭൂരിപക്ഷം 2 ലക്ഷമെങ്കിലും കടക്കും എന്നാണ് ബി.ജെ.പി തുടക്കത്തിലേ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം. അത്രത്തോളം ആകും എന്നുള്ളത് പിന്നീടുള്ള കാര്യങ്ങളാണ്. എന്തായാലും ബി.ജെ.പിക്ക് പുറമോട്ട് പോകാൻ കഴിയില്ല. ശോഭാ സുരേന്ദ്രൻ്റെ ഒരു ഇലക്ഷൻ ആ ഒരു സ്ട്രാറ്റജി, ക്യാമ്പയിനിങ് ഒക്കെ നോക്കിയാൽ അത്രയും വൈബ്രൻ്റായിട്ടാണ് അവർ ഇലക്ഷനിയറിങ്ങിൽ പങ്കെടുക്കാറുള്ളത്. അപ്പോൾ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളികളിൽ ഒരാൾ തന്നെയാണ് സംസ്ഥാന തലത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും രാഹുൽ ഗാന്ധിയും സംഘടനാകാര്യ സെക്രട്ടറി ആയിട്ടുള്ള കെ.സി. വേണുഗോപാലും. അവരുടെ വോട്ടുകൾ പഴയ പോലെ അങ്ങോട്ട് ചെല്ലും എന്ന് പറയാനേ കഴിയില്ല എന്നുള്ള അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ തൃശ്ശൂരേക്കാളും കൂടുതൽ പത്മജ വേണുഗോപാലിനെ ബി.ജെ.പി ക്യാമ്പയിൻ ചെയ്യിക്കാൻ ഇടയുള്ളത് ആലപ്പുഴയിലാണെന്നാണ് ഞാൻ കാണുന്ന ഒരു സംഗതി. കാരണം അത്രയധികം തീവ്രമായിട്ട് കെ.സി. വേണുഗോപാലിനെ സംബന്ധിച്ച് അദ്ദേഹവുമായി ബന്ധപ്പെട്ടും പത്മജ വേണുഗോപാലിന് വളരെ രൂക്ഷമായ അല്ലെങ്കിൽ ഗുരുതരമായ തർക്കങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബി.ജെ.പി ക്യാമ്പ് ആ നിലയ്ക്കായിരിക്കും അവിടെ കാണുക. അതൊരു വശം. മറ്റൊന്ന്, 2 MLA-മാരാണ് ഇപ്പോൾ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഏറ്റുമുട്ടുന്നത്. നമ്മുടെ മട്ടന്നൂർ MLA ആയിട്ടുള്ള കെ ശൈലജ ടീച്ചറും പാലക്കാട് MLA ആയിട്ടുള്ള ഷാഫി പറമ്പിലും. അപ്പോൾ ഇത് അവർക്ക് ശൈലജ ടീച്ചർ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ MLA ആണ് കേരളത്തിൽ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ. ഷാഫി ആണെന്നുണ്ടെങ്കിൽ കടുത്ത LDF തരംഗത്തിനിടയിലും ജയിച്ചു കയറിയ MLA-യുമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഷാഫി അവിടേക്ക് എന്നുള്ള ചോദ്യം ശക്തിയായിട്ട് വരുന്നുണ്ട്. എന്തുകൊണ്ട് മുരളീധരൻ തൃശ്ശൂരേക്ക് എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. എന്തുകൊണ്ട് പ്രതാപൻ ഔട്ട് എന്നുള്ള ചോദ്യവും വരുന്നുണ്ട്. ഈ ഇത്തരം ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു സംശയമേ ഉള്ളൂ. വസന്തിനോട് ഇപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു സംശയമേ ഉള്ളൂ.
നിങ്ങൾ പിന്നെ വസന്ത് എല്ലാ തരത്തിലും LDFിനെതിരായിട്ടുള്ള കരുക്കളെല്ലാം മുറുക്കി കളം നിറഞ്ഞ് കളിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് എന്നാണ് എല്ലാ ദിവസവും ആവർത്തിച്ച് കോൺഗ്രസ് നേതാക്കളെല്ലാം പറയുന്നത്, വസന്ത് ഉൾപ്പെടെയുള്ളവർ. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള റീഷഫ്ലിങ്ങിന് എന്തിനാണ് വരുന്നതെന്ന് സ്വാഭാവികമായൊരു സംശയം തോന്നില്ലേ? ഞാൻ LDF നേതാക്കളോ CPMൻ്റെ വിശിഷ്യ CPM നേതാക്കളോ ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമ്പത്തടക്കമുള്ളവരോ ഉന്നയിക്കുന്ന ആ തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല ഞാൻ ചോദിക്കുന്നത്. പിന്നെ സാമാന്യ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് എന്താണ്, നിങ്ങൾ സർവ്വസജ്ജരായി യുദ്ധക്കളത്തിൽ നിൽക്കുകയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എന്തിനാണ് വേവലാതി, എന്തിനാണ് പ്രശ്നം? അവിടെ മുരളീധരനെ എന്തിനാണ് അവിടുന്ന് ഓടിച്ച് ഇവിടെ കൊണ്ടുവരുന്നത് തൃശ്ശൂരേക്ക്? ഷാഫി എന്തിനാണ് പാലക്കാട് നേരെ ഓടിച്ച് വടകരയ്ക്ക് വിടുന്നത്? അതൊക്കെ ആലോചിക്കില്ലേ സാധാരണഗതിയിൽ? പിന്നെ മറ്റൊന്ന്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പുമായിട്ട് പിന്നെ ഇന്ന് രാവിലെ ഒരു കോൺഗ്രസ് നേതാവിനോട് ടെലിഫോണിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ രസകരമായൊരു മറുപടി, ഇതേപ്പറ്റിയാണ് സംസാരിച്ചത് കേട്ടോ ഫോണിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇനി ക്യാമ്പയിൻ ചെയ്യാൻ പോകുന്നത് 20 മണ്ഡലങ്ങളിലും കോൺഗ്രസിനെ മാത്രമല്ല മറ്റ് 4 മണ്ഡലങ്ങളിൽ കൂടെ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് എന്നുള്ളതാണ് ഇനി പ്രധാനപ്പെട്ട ക്യാമ്പയിനായി UDF ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, കഴിഞ്ഞ തവണ അത് തന്നെയായിരുന്നല്ലോ. അല്ല, കഴിഞ്ഞ തവണത്തെ അത്രയും വീറും വാശിയൊന്നും കണ്ടില്ലെങ്കിലും കുറച്ചൊക്കെ അത് ഏശാൻ സാധ്യതയുണ്ടെന്നാണ് ഞങ്ങൾ കാണുന്നത്. ഇതാണ് സ്ഥിതി. അപ്പോൾ ഇതെന്തുകൊണ്ട് LDFന് അവർക്ക് അവരുടേതായ നിലവാരത്തിൽ കാര്യങ്ങൾ തീരുമാനിച്ച് സ്ഥാനാർത്ഥികളുടെ 1ാം ഘട്ട പര്യടനം തന്നെ ഏതാണ്ട് പൂർത്തിയാക്കാറായി LDF സ്ഥാനാർത്ഥികൾ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അവർക്ക് ഇത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള ആധിയും കാണുന്നില്ല. പിന്നെ വസന്ത് വേണമെങ്കിൽ പറയാം അത് പുറമേക്കാണെന്ന് പറയും, ശരി ആയിക്കോട്ടെ, പുറമേക്കെങ്കിലും അങ്ങനെ കാണുന്നില്ല. അവർ വളരെ യൂണിറ്റിയോടുകൂടി തന്നെയാണ് മുമ്പോട്ട് വരുന്നത്, കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആ രീതിയിൽ തന്നെ. പക്ഷേ അത്തരത്തിലുള്ള ഒരു സെറ്റപ്പ് മറുഭാഗത്ത് UDF ക്യാമ്പിൽ കാണുന്നില്ല. അതിന് മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ലീഗിൻ്റെയും RMPയുടെയും രാവിലത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ ഇത് പ്രശ്നമാണ്, മുരളീധരൻ അവിടുന്ന് പോകുന്ന പ്രശ്നമാണെന്നാണ് ആദ്യ ഭാഗം. 2ാം ഭാഗം ഉച്ച കഴിയുമ്പോഴത്തേക്ക് PK കുഞ്ഞാലിക്കുട്ടിയും KK രമയും തിരുത്തുകയാണ്, ഏറ്റവും നല്ല ചോയ്സാണത്. അതെങ്ങനെയാണ് അങ്ങനെ വരുന്നത്? അപ്പോൾ രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെ ആകാമെന്നുള്ള മറുപടി പറയാം, ഓക്കെ, അതിൻ്റെ അകത്തൊന്നും എനിക്ക് വിയോജിപ്പില്ല. പക്ഷേ ഇതെല്ലാം വോട്ടർമാരായ ജനങ്ങൾ കാണുക തന്നെയാണ്, അതാണ് പ്രധാനം. അപ്പോൾ കോൺഗ്രസ് ക്യാമ്പിനുള്ളിൽ അസ്വസ്ഥതകളുണ്ട്, എന്തൊക്കെയോ പുകയുന്നുണ്ട്. പിന്നെ അത് പത്മജ വേണുഗോപാലിൻ്റെ ഒരു ഘടകമായിരിക്കാം, മറ്റ് പല ഘടകങ്ങളും അവരെ അലട്ടുന്നുണ്ടെന്നുള്ളത് സ്പഷ്ടമായിട്ടും ജനങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്നാണ് എൻ്റെ അഭിപ്രായം.